രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ രണ്ടാമത്തെ ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരുടെ മൊഴി ഉടൻ അന്വേഷണ സംഘം രേഖപ്പെടുത്തും. കേസിൽ മുൻകൂർ ജാമ്യ ഹർജി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ പരിഗണിക്കും. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിക്കും. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് ചേരുകയാണ്. മനീഷ്, പറയൂ വിശദാംശങ്ങൾ. SKN ആദ്യത്തെ കേസിൽ ഹൈക്കോടതിയിൽ നിന്നും സാവകാശം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ മാസം 15-ാം തീയതി കേസ് പരിഗണിക്കുന്നതുവരെ ആ കേസിൽ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ കേസിൽ, അതായത് വിവാഹ വാഗ്ദാനം നൽകിയൊരു ഹോം സ്റ്റേയിൽ എത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന 23-കാരിയുടെ പരാതിയിൽ നിലവിൽ നാളെയാണ് ആ കേസ് മുൻകൂർ ജാമ്യാപേക്ഷ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തിരുവനന്തപുരത്തെ പരിഗണിക്കും. പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ അറസ്റ്റ് തടഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസിന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. പക്ഷേ 10 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിലാണ്. കർണാടക കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴും രാഹുലിനെ പറ്റിയുള്ള സൂചനകളൊന്നും ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ ദിവസം രാഹുലിനെ ബാംഗ്ലൂരിൽ എത്തിക്കാൻ സഹായിച്ച ഡ്രൈവറെയും കൂട്ടാളിയെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ടാമത്തെ കേസ് അന്വേഷിക്കുന്നത് AIG G പൂങ്കുഴലിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് 23-കാരി സണ്ണി ജോസഫിന് കൊടുത്ത പരാതി, ഈ പരാതിയുമായി ബന്ധപ്പെട്ടാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. ഈ പരാതിക്ക് പുറമെ ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ പൂങ്കുഴലി ബന്ധപ്പെട്ടതനുസരിച്ച് ഇന്ന് ഈ കേസിലെ ഈ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തും. അങ്ങനെയെങ്കിൽ ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസിന്റെ റിപ്പോർട്ട് നാളെ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ സമർപ്പിക്കും. അങ്ങനെ ഈ രണ്ടാമത്തെ കേസിലെ പോലീസിന്റെ റിപ്പോർട്ട് കൂടി കേട്ട ശേഷമായിരിക്കും നാളെ കോടതി വാദം, പ്രോസിക്യൂഷനിലെ പ്രതിഭാഗത്തിലെ വാദം കേൾക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ഈ രണ്ടാമത്തെ കേസിൽ കൂടി റദ്ദാക്കിയാൽ അത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച ഈ അതിജീവിതയെ അവഹേളിച്ചു എന്ന കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ ഇന്നലെ തള്ളിയിരുന്നു. ഇന്ന് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കുമെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.